Hello everyone, welcome to Delicious Recipes. ഇന്ന് നമുക്ക് രണ്ട് വ്യത്യസ്ത രുചിയിൽ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ജ്യൂസ് തയ്യാറാക്കിയാലോ. ഫ്രഷ് മിൻറ്റ് ലൈമും കൂൾ ബാർ സ്പെഷ്യൽ ലൈം ജ്യൂസും ആണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫ്രഷ് മിൻറ്റ് ലൈം തയ്യാറാക്കാനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു നാരങ്ങയും കുറച്ച് പുതിനയിലയും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും 2 നുള്ളു ഉപ്പും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി ഈ ചേരുവകളെല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റണം. ഏകദേശം 2 ടേബിൾ സ്പൂണിനടുത്ത് പുതിനയില ചേർത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. 2-3 ടേബിൾ സ്പൂൺ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഒരു നാരങ്ങയുടെ നീരാണ് ഇപ്പോൾ ചേർത്തത്. 2 നുള്ളു ഉപ്പ്. ഇനി ഇതിലേക്ക് അര ഗ്ലാസ് തണുത്ത വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1.5 ഗ്ലാസ് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇത് 2 ഗ്ലാസ് മിൻറ്റ് ലൈം ജ്യൂസ് ഉണ്ട്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റണം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു നാരങ്ങയും മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും ഒരു ഏലക്കയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5 കാഷ്യൂനട്ട്സുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ കാഷ്യൂനട്ട്സ് ഞാൻ കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നതാണ്. അതുപോലെ ഇഞ്ചി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. അപ്പോൾ ഇത് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തത്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. 2-3 ടേബിൾ സ്പൂൺ ചേർക്കാവുന്നതാണ്. അര ഗ്ലാസ് തണുത്ത വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഒരു നാരങ്ങയുടെ നീരാണ്. അതുപോലെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കാം. 1.5 ഗ്ലാസ് തണുത്ത വെള്ളമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഈ കൂൾ ബാറിലൊക്കെ കിട്ടുന്ന നല്ല സ്പെഷ്യലായിട്ടുള്ള ലൈം ജ്യൂസാണിത്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ആദ്യം കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള നമ്മുടെ കൂൾ ബാർ സ്പെഷ്യൽ ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ 2 റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പികളൊക്കെ ഇഷ്ടമായാൽ നമ്മുടെ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.